നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ തീര സമതലങ്ങളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യയുടെ തീര സമതലങ്ങൾ, ഇന്ത്യയുടെ തീര സമതലങ്ങളുടെ സവിശേഷതയും പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള തരത്തിൽ എന്താണ് അതിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് SCERT ടെക്സ്റ്റ് ബുക്ക്, കംപ്ലീറ്റ്ലി SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യയുടെ തീര സമതലത്തെ രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും തിരിക്കുന്നത്. എത്രയായിട്ടാ? ഇന്ത്യയുടെ തീര സമതലത്തെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. സുഖമായില്ലേ? നമുക്ക് രണ്ടെണ്ണം പഠിച്ചാൽ പോരെ? അപ്പോൾ വേഗം പഠിക്കാം. ഇന്ത്യയുടെ തീര സമതലത്തെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. തീരസമതലങ്ങളെ എന്താണ് അവയുടെ ഒരു സവിശേഷതയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പടിഞ്ഞാറൻ തീരസമതലമെന്നും കിഴക്കൻ തീരസമതലമെന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ തീരസമതലത്തെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. പടിഞ്ഞാറൻ തീരസമതലമെന്നും കിഴക്കൻ തീരസമതലമെന്നും. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ആദ്യം നോക്കാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇതാണ് പടിഞ്ഞാറൻ തീരസമതലം. കണ്ടോ, ഇതെവിടെയാ? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. താരതമ്യേന വീതി കുറവാണ്. എന്തിന്? പടിഞ്ഞാറൻ തീരസമതലത്തിന് താരതമ്യേന വീതി കുറവാണ്. അപ്പോൾ എന്താണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടുകിടക്കുന്നത്. താരതമ്യേന വീതി കുറവാണ്. ക്ലിയർ ആയോ? കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ എന്താ പടിഞ്ഞാറൻ തീരസമതലത്തെ നമുക്ക് വീണ്ടും തിരിക്കാം. എങ്ങനെയാ? ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ പടിഞ്ഞാറൻ തീരസമതലത്തെ നമുക്ക് വീണ്ടും തിരിക്കാം. കായലുകളും അഴിമുഖങ്ങളും എവിടെ കാണപ്പെടുന്നുണ്ട്? പടിഞ്ഞാറൻ തീരസമതലത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിൽ കായലുകൾ കാണാൻ കഴിയും, അഴിമുഖങ്ങൾ കാണാൻ കഴിയും. നമുക്ക് പടിഞ്ഞാറൻ തീരസമതലത്തെ ഒന്നും കൂടി നോക്കിയാലോ? ഇനി ഒരു തവണ നിങ്ങൾക്കിത് നോക്കേണ്ടി വരരുത്. ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു പോവുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ തീരസമതലത്തെ രണ്ടായിട്ടാണ് വിഭജിക്കുന്നത്. പടിഞ്ഞാറൻ തീരസമതലമെന്നും കിഴക്കൻ തീരസമതലമെന്നും. അതിൽ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു. താരതമ്യേന വീതി കുറവാണ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ ഇതിനെ വീണ്ടും തിരിക്കാം. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അതാണ് മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് നേരെ കിഴക്കൻ തീരസമതലത്തിലോട്ട് വന്നാലോ? കിഴക്കൻ തീരസമതലത്തിലേക്ക് വരുമ്പോൾ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. എവിടെയാണ്? ഇതാണ് കിഴക്കൻ തീരസമതലം. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ്. എവിടെയാണ്? സുന്ദരവന പ്രദേശം മുതൽ, സുന്ദർവൻ എന്ന് കേട്ടിട്ടില്ലേ? സുന്ദർവൻ പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ്. വീതി താരതമ്യേന കൂടുതലാണ്. വീതി എന്താണ്? താരതമ്യേന കൂടുതലാണ്. നോക്കൂ, പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നുണ്ട് വീതി എന്താണ്? താരതമ്യേന കൂടുതലാണ്. കോറമണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. എങ്ങനെയാ? കോറമണ്ടൽ എന്നും വടക്കൻ സിർക്കാസ് തീരസമതലം എന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ കോറമണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഇവിടെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി പറയാം. കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. സുന്ദരവൻ പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ്. വീതി താരതമ്യേന കൂടുതലാണ്. കോറമണ്ടൽ തീരസമതലം മുതൽ വടക്കൻ സിർക്കാസ് സമതലം വരെയാണ് എന്താണ് എന്നിങ്ങനെ ഇതിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട്. കോറമണ്ടൽ തീരസമതലമെന്നും വടക്കൻ
സിർക്കാസ് തീരസമതലം എന്നും തിരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നുണ്ട്. ക്ലിയർ ആയോ കാര്യങ്ങൾ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്താണ് ഈ പടിഞ്ഞാറൻ തീരസമതലത്തെയും കിഴക്കൻ തീരസമതലത്തെയും എന്താ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. കിഴക്കനോ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പടിഞ്ഞാറൻ തീരസമതലം. സുന്ദർവൻ പ്രദേശം മുതൽ കന്യാകുമാരി വരെ കിഴക്കൻ തീരസമതലം. താരതമ്യേന പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്, കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുമ്പോൾ ഇവിടെ കോറമണ്ടൽ തീരസമതലവും വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നു. ഇവിടെ കായലുകളും അഴിമുഖങ്ങളുമാണ് കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്ത്. എങ്കിൽ കിഴക്കൻ തീരസമതലത്തിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നുണ്ട് എന്നൊരു പോയിന്റും നമുക്ക് കിട്ടി. ഇനി തീരസമതലങ്ങളിലുടനീളം എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ നമ്മളോട് പരീക്ഷയിൽ തീരസമതലങ്ങളിൽ ഏതു തരം മണ്ണിൻ്റെ സാന്നിധ്യമാണ് എന്നുള്ള തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ തീരസമതലങ്ങളിലുടനീളം എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകൾ ഈ മണ്ണിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. തീരസമതലങ്ങളിൽ എന്താണ് എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട്, ഒപ്പം നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകൾ എന്താണ് ഈ മണ്ണിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. തീരസമതലങ്ങളിലെ ജനജീവിതത്തെ പറ്റി ഒന്ന് നോക്കിയാൽ തീരസമതലങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. തീരസമതലങ്ങളിൽ വിനോദസഞ്ചാരത്തിനും എന്താണ് പ്രാധാന്യമുണ്ട്. നെല്ല്, തെങ്ങ് എന്നിവ പടിഞ്ഞാറൻ തീരത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ്. കിഴക്കൻ തീരസമതലത്തിലോട്ട് വരുമ്പോൾ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നീ നദീതടങ്ങളിൽ വ്യാപകമായിട്ട് എന്താണ് നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിൽ പ്രധാന കാർഷിക വിളകളെന്ന് പറയുന്നത് നെല്ലും തെങ്ങുമാണ്. കിഴക്കൻ തീരസമതലത്തിലോട്ട് വരുമ്പോൾ അവിടെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നീ നദീതടങ്ങളിൽ വ്യാപകമായിട്ട് എന്താണ് നെല്ല് കൃഷി ചെയ്യുന്നുണ്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ തൊഴിലെന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ് തീരപ്രദേശമല്ലേ, അപ്പോൾ എന്തായാലും അവർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ജനവിഭാഗമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീരസമതലങ്ങളിൽ വിനോദസഞ്ചാരത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒപ്പം എന്താണ് അവിടെ കൃഷിയുണ്ട്, പ്രധാനമായും നെല്ലും തെങ്ങുമാണ്. അത് പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിള എന്ന് പറയുന്നത് തന്നെ നെല്ലും തെങ്ങുമാണ്. കിഴക്കൻ തീരസമതലത്തിലേക്ക് വരുമ്പോൾ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നീ നദീതടങ്ങളിൽ എന്താണ് വ്യാപകമായിട്ട് നെല്ല് കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ ടോപ്പിക്കാണ്, നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായി സ്കോർ ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഡിഗ്രി ലെവൽ പരീക്ഷകളിലേക്ക് വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതോടൊപ്പം KAS പരീക്ഷയിലേക്ക്, അതുപോലെ 10th ലെവൽ മെയിൻസ് എക്സാമുകൾ വരുന്നുണ്ട്. ആ പരീക്ഷയിലേക്കൊക്കെ എന്താണ് ഈ ഭാഗം നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക, നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.